സിജു ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മഴ ഇന്ന് നേരിയ തോതിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും പല സമയങ്ങളിലും മഴ പെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ പ്രത്യേക ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള എയർലിഫ്റ്റിംഗ് സംവിധാനം അത് അരമണിക്കൂർ വൈകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. തെരച്ചിലിന് മഴ ഒരു വെല്ലുവിളിയാകുന്ന സാഹചര്യമുണ്ടോ, അതോ നേരിയ മഴയാണോ പെയ്യുന്നത്? മനു, ഇപ്പോൾ ചെറുതായി ഈ മേഖലയിൽ ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ രക്ഷാദൗത്യം നടക്കുമ്പോൾ, തെരച്ചിൽ നടക്കുമ്പോൾ ചെറിയ മഴ പെയ്യുന്നത് പോലും പ്രതികൂലമായി അതിനെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ, തെരച്ചിൽ പങ്കെടുക്കുന്ന ആളുകളെ ഓരോ മേഖലകളിലേക്കും തിരിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കുകയാണ്. അവർ ബെയിലി പാലത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം സൈനികരും പോലീസും അഗ്നിരക്ഷാസേനയും ഉൾപ്പെടെയുള്ള ആളുകളെ കൃത്യം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓരോ മേഖലകളിലേക്കും കടത്തിവിടുകയാണ്. പുഞ്ചിരിമട്ടത്ത് പ്രവർത്തിക്കേണ്ടവർ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിച്ച് അവരെ കടത്തിവിടുന്നു. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ മേഖലയിൽ തിരച്ചിൽ നടത്തേണ്ട സംഘങ്ങളെ അങ്ങനെ കടത്തിവിടുന്നു. ഓരോ മേഖലകളിലും തിരച്ചിൽ നടത്തേണ്ടവർക്ക് കൃത്യമായ ID കാർഡുകൾ നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആണ് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ കൃത്യമായ കണക്കും പരിശോധന കൃത്യമായി നടക്കാത്തൊരു സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും ഈ പരിശോധനകളിൽ പങ്കെടുക്കുന്ന ആളുകൾ കൃത്യമായ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടെ ഈ ചൂരൽമല ഭാഗത്തെത്താൻ കഴിയൂ. അതിനുശേഷം മാത്രമേ ഈ ബെയിലി പാലം വഴി അവരെ കടത്തി വിടുന്നുള്ളൂ. പരിശോധനയ്ക്ക് കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടി ഇത്തരം നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും ആവശ്യമാണ്. ഇപ്പോൾ ഓരോ മേഖലയിലേക്കും കടന്നു പോകേണ്ട ആളുകളെ ഇതുവഴി കടത്തി വിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്ത് മഴ പെയ്തിരുന്നു. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ പ്രദേശത്തുണ്ട്. ഇത് സ്വാഭാവികമായും ഈ തിരച്ചിലിനെ ബാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ, കോടമഞ്ഞ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഈ എയർലിഫ്റ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്നതിന് അത് തടസ്സമാകും. നേരത്തെ നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകും എന്നുള്ളതാണ് ഒരു പ്രതിസന്ധി നേരിടുന്നത്. കാരണം 8-ാം ദിവസത്തെ രക്ഷാദൗത്യം ഏറ്റവും പ്രധാനമായും മുന്നോട്ട് പോകുന്നത് ഈ പ്രത്യേക ആക്ഷൻ പ്ലാൻ മുൻനിർത്തിയാണ്. നേരത്തെ നമ്മൾ പരിശോധന നടത്തിയ ഭാഗങ്ങളിൽ പരിശോധന തുടരുന്നതിനൊപ്പം മറ്റ് മേഖലകളിൽ പരിശോധന എത്താത്ത ഇടങ്ങളിൽ മനുഷ്യർക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് പ്രത്യേക സംഘത്തെ, വിദഗ്ധ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് പരിശോധനകൾ എല്ലാ മേഖലകളിലും 100% മേഖലകളിലും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. സ്വാഭാവികമായും വലിയ മഴ വന്നാൽ ഹെലികോപ്റ്ററിൽ ഇവരെ കൊണ്ടുപോകുന്നതിനും എയർലിഫ്റ്റ് ചെയ്യുന്നതിനും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് നേരിടുമെന്നുള്ളതാണ്. ഏതായാലും അരമണിക്കൂർ നീട്ടിവെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് 8 മണിക്ക് ഹെലികോപ്റ്ററിൽ 12 പേരടങ്ങുന്ന വിദഗ്ധ സംഘം, 2 വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ, SOGയിലെ 4 പേർ, സൈനികരായ 6 പേർ, ഇങ്ങനെ 12 പേരെ ഉൾപ്പെടുത്തിയുള്ള സംഘത്തെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അല്പസമയം വൈകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഴ മാറി നിൽക്കുന്ന മുറയ്ക്ക് ഈ വിദഗ്ധ സംഘത്തെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 8:30 നിലവിൽ ദൗത്യം നീട്ടിയിട്ടുണ്ട്. സൂചിപ്പാറ മുതൽ പൂത്തുകല്ല് വരെ എല്ലാ മേഖലകളിലും അരിച്ചു പെറുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ വനമേഖല, ദുർഘടമായ പാറക്കെട്ടുകളും വലിയ നിബിഡ വനവുമുള്ള മേഖലകളിൽ പരിശോധന നടത്തുന്നതിനാണ് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നത്. അത്തരം മേഖലകളിൽ ഈ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 6 പേരെ പുഴയുടെ ഒരു വശത്തും 6 പേരെ പുഴയുടെ മറുവശത്തും വിന്യസിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങളോ മൃതദേഹങ്ങളോ കണ്ടെത്തിയാൽ അത് പുറത്തെത്തിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനവും ഹെലികോപ്റ്റർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർലിഫ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രധാനമായും ദുരന്തം ബാധിച്ച മേഖലകളിൽ ഈ പുഞ്ചിരിവട്ടം, അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖല, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളെ 6 സോണുകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യം അതോടൊപ്പം തന്നെ
പോലീസ്, അഗ്നിരക്ഷാസേന ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പരിശോധന ഇന്ന് സ്വാഭാവികമായും നടക്കുന്നത് പോലെ മുന്നോട്ട് പോകും. അതിനപ്പുറം ഈ 8 ദിവസങ്ങളിൽ നടത്തിയ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ കൂടി ഇന്നുണ്ടാകും. ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്, നേട്ടങ്ങൾ എന്താണ്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വിലയിരുത്തുകയും ചെയ്യും. മനു.